ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ബീഫ് കറി വയ്ക്കാൻ വിളിച്ചു. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് ബീഫ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് തിരുമ്മി അതൊന്ന് വേവിക്കാൻ വെച്ചോട്ടാം. ആ സമയത്ത് നമുക്ക് ഒരു ജാറിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് ജാറിൽ തന്നെ അതിന് ശേഷം 2 തക്കാളിയും കുറച്ച് കാഷ്യൂം കൂടി ഇട്ട് അടിച്ച് വയ്ക്കാം കേട്ടോ. ഉരുളിയിലാണെന്ന് കറി വെക്കണത്. അപ്പോൾ അതേ ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഈ സ്പൈസസ് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സ്പൈസസ് ഒക്കെ ഇടുമ്പോൾ തന്നെ കറിക്ക് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് മൂത്ത് വരണം. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി കിട്ടണം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ. സവാള വേഗം വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സവാളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കാഷ്യൂ പേസ്റ്റ് ഇല്ലേ, അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അതും നല്ല പച്ചമണക്ക് മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി വാടി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫില്ലേ, അതൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. അതൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ചാറുണ്ട്. ചാറിൽ കിടന്ന് കുറുകി വരുമ്പോഴാണ് ശരിക്കും ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് വരാം. അപ്പോൾ ഇത് ചാറൊക്കെ നന്നായിട്ട് കുറുകിയൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഞാൻ അടച്ചൊക്കെ വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ടൊക്കെ ഒന്ന് വറ്റിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് കുറുകി വരുന്നുണ്ട്. ചാറ് ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ ഈ സമയത്ത് ഓഫ് ചെയ്യാം. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കുറുകി നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും ജീരകവും കൂടി ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ചിക്കൻ കറിയും ബീഫും വെക്കുമ്പോൾ ഞാൻ ഇടുന്നതാണ്. അത് പ്രത്യേക സ്മെല്ല് കൊടുക്കും, കറിക്ക് ടേസ്റ്റും കൊടുക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്